അപ്പോൾ ഗൈസ്, അപ്പോൾ മാഗിന്ന് ഞാൻ മടങ്ങി. നമ്മളെ കോഴിക്കോട് റോഡിൽ നമ്മളെ ചെക്ക് പോസ്റ്റിന് അടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ അവിടെ മീറ്റ് ചെയ്തവർ അവിടെ കാപ്പിയിലും കുടിച്ച് ഇവിടെ മടങ്ങാൻ പോവാണ്. അപ്പോൾ വർക്ക് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കമ്പനി സ്റ്റാഫാണ്, അപ്പോൾ അത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കമ്പനി പറയുമായിരിക്കും. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മൊത്തം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കമ്പനി തീരുമാനിക്കട്ടെ, വർക്കിൻ്റെ കാര്യമെല്ലാം അവർ തീരുമാനിക്കട്ടെ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇനി നേരെ കണ്ണൂരേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാരൻ കാണുന്നുണ്ട് വെജിറ്റഡിൽ. എന്താ അറിയില്ല, ചെക്ക് പോസ്റ്റിന് അടുത്തുണ്ടാകുമ്പോൾ പോലീസുകാരുണ്ടാവുമല്ലോ. അപ്പോൾ വീടിനെല്ലാം മടങ്ങി ഇനി നേരെ പോയി നമ്മളെ NH66 കാരണം അവിടെ നേരെ കണ്ണൂരേക്ക്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാണെങ്കിൽ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ യാത്രയാവാം. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ 12 മണിയായത്രേ. കുറച്ച് ഇരുന്നിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ നല്ല കണക്ക് കൂട്ടൽ. അപ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മെല്ലെ യാത്ര ആവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ NH66 ഫസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞിപ്പള്ളിയാണിത്. ഇവിടെ എറണാകുളം, കോഴിക്കോട്, വടകര എന്ന് ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ കയറി റൈറ്റ് എടുത്താൽ നേരെ കണ്ണൂരേക്കാണ്. ഓക്കെ, ഇത് നമുക്ക് ഇതിനെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. ഇവിടെയാണ് NH66 ഫസ്റ്റ് പോയിന്റ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നത്, ഇവിടെ നിന്ന് തുടങ്ങി കണ്ണൂർ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയി റൈറ്റ് എടുത്തിട്ട് നേരെ 66 കയറാം. ഓക്കെ, അപ്പോൾ ഗൈസ് നേരെ കണ്ണൂർ മംഗലാപുരം. അപ്പോൾ നമുക്ക് NH66 കയറാം. ഇവിടെ നേരെ പോയാൽ നമ്മൾ മാഹിലേക്ക് എത്തും. നമുക്ക് അതിൽ പോകണ്ട, നേരെ NH66 ഉള്ളിൽ നമുക്ക് കയറിപ്പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ കയറിയിട്ടുണ്ട്. NH66 കയറി. പിന്നെ വീഡിയോ കുറച്ച് സമയം കട്ടായിട്ട് ഞാൻ ചെയ്തുതരാം. പിന്നെ ഈ പെരുമ കണ്ട ഇതന്നെ പിന്നെ പോകുമ്പോൾ കാണുന്ന ഒരു പോറല്. നല്ല വെയിലുണ്ട്. 12 മണിയാണ് ഉച്ച. മഴയൊന്നുമില്ല, നല്ല ചൂടാണ്. ഞാൻ പിന്നെ ജാക്കറ്റ് ഇട്ടിട്ടില്ല, പെട്ടെന്ന് വന്നില്ല. അതുകൊണ്ട് ജാക്കറ്റിന് എടുക്കാം, അത്ര ഓർത്തില്ല. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഒരു തണൽ പോലെ പേടി ഉണ്ടാവില്ല. നമ്മുടെ ബ്രിഡ്ജിൻ്റെ കുറച്ച് സൈഡായിട്ട് സ്റ്റോപ്പ് ആക്കേണ്ടി വരും. നല്ല വെയിലാണ്, അത് ചുട്ടുപൊടുന്ന വെയിൽ. റോഡെല്ലാം ഇങ്ങനെ പതക്കുന്ന സംഭവം കേട്ടോ. നമുക്ക് കുറച്ചങ്ങ് ഒരു പാലം കിട്ടും, പാലത്തിനെടുക്കുക, കുറച്ച് സമയം സ്റ്റോപ്പാക്കാം. പിന്നെ ഈ ഭാഗത്തോട് ക്യാമറ ഇല്ലാതുകൊണ്ട് നമുക്ക് ഫോണ് കൈമ്പോൾ തന്നെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആ റിസ്ക്കാണ്, എന്നാലും നമ്മൾ അത്രയും കൺട്രോൾ ആയിട്ടാണ് പോകണമെങ്കിൽ. സ്പീഡ് പോകുമ്പോൾ നമുക്ക് യാത്രയിൽ കാഴ്ചകളും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പതുക്കെ പോവുക, കുറച്ച് തണലെവിടെയും കിട്ടിയെങ്കിൽ തണലത്ത് കയറി നിൽക്കുക, അങ്ങനെ പോവാം. ഓക്കെ, നേരത്തെ പറഞ്ഞ നമുക്കത് ഇവിടെ ബോർഡ് കണ്ടില്ല. കാറ് 80, ലോറി അങ്ങനത്തെ ഐറ്റംസ് 60 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ കേട്ടോ. കാറിന് 80 പോവാം, ലോറി അങ്ങനത്തെ 60 സ്പീഡിൽ. നമുക്ക് ഇവിടെ തണലത്ത് കുറച്ച് നിർത്താം, നല്ല വെയിലുണ്ട്. പിന്നെ മരമൊന്നും കിട്ടില്ല, ആ പ്രതീക്ഷ വേണ്ട. ഗേസ്, ഇവിടെ ഒരു മരമുണ്ട്. നമുക്ക് ആടെ കുറച്ച് പാർക്ക് ഒരു കാറിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് നിർത്താൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, അവിടെ നല്ല വെയിലാണ്. അത് നേരെ തന്നെ പോവാം.
അടുത്ത ഏടെയും ബ്രിഡ്ജ് ഏരം കിട്ടിയെങ്കിൽ നമുക്ക് സ്റ്റോപ്പാക്കാം. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും അപകടം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ 10:33 വിളിക്കോട്ടാ. 10:39, 10:33. ഓക്കെ, ഇവിടെ സിഗ്നലുണ്ട്. അപ്പോൾ ഫോണ് ഞാൻ കട്ടാക്കാൻ പോവാണ്. സിഗ്നൽ കഴിഞ്ഞുകൊണ്ട് ഇത്രയും വണ്ടി ഇട്ടാൽ അല്ലെങ്കിൽ വണ്ടി കാണൂല, നല്ല സ്പീഡായിരിക്കും വണ്ടിയെല്ലാം. അപ്പോൾ സിഗ്നൽ കഴിഞ്ഞുകൊണ്ടാണ് ഇത്ര കൂടുതൽ വണ്ടി കാണുന്നത്. നമുക്ക് അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ട് ഇട്ടാടാ. ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ പോവാം. ഞാൻ വരുന്ന കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് മെല്ലെ പോകാം. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ടോൾ കഴിഞ്ഞ് ഫസ്റ്റത്തെ സിഗ്നലായിട്ടാണ് ഇതിപ്പം കിട്ടിയത്. ഈ റോഡിൽ ആദ്യത്തെ സിഗ്നലായത്. ഇനി ഇവിടുന്ന് കോഴിക്കോട് അങ്ങെത്തുമ്പോൾ എത്ര സിഗ്നൽ കിട്ടുമെന്നും പറയാൻ കഴിയില്ല. റോഡിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്രേ. പിന്നെ നല്ല പൊടിക്കാറ്റാണ് ഇവിടെ. നല്ല മുഖത്തേക്ക് ശരിക്ക് പൊടി അടിച്ച് കയറുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ പോലീസുകാരായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മോശമല്ലേ. അതുകൊണ്ട് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറച്ച് സമയം സ്റ്റോപ്പാക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ ബ്രിഡ്ജിൻ്റെ അടുക്ക് എത്താനായി. നമുക്ക് ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. അവിടെ കുറച്ച് തണലുണ്ടാവും, നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. ഹലോ, എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന ഇപ്പം വൈകുന്നേരം ആവാണ്ട് ഇവിടുന്ന് വെയിൽ പോവില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടോൾ ബൂത്തിൽ നമുക്ക് കുറച്ചും റെസ്റ്റ് എടുക്കാം. അപ്പോൾ നേരെ അടുത്ത ടോൾ ബൂത്തിലേക്ക് പോവാം. ഓക്കെ, നേരെ ടോൾ ബൂത്ത്. നല്ല വെയിലാണ്, ഞാൻ ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിയില്ല. ഓക്കെ.